നമസ്കാരം. ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീയുടെ ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു സ്ത്രീ ആയിരിക്കുന്നതും ശരിക്കും ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ ആയിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം സ്വഭാവത്തിലാണ്. ഒരു സ്ത്രീ ആയിരിക്കുക എന്നത് ലിംഗഭേദത്തെക്കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ ആയിരിക്കുക എന്നത് അതിനപ്പുറം സദ്ഗുണങ്ങൾ, മൂല്യങ്ങൾ, സത്യസന്ധത എന്നിവയെക്കുറിച്ചൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. അത്തരം സ്ത്രീകളെ നിർവചിക്കുന്ന ചില ഗുണങ്ങൾ മനഃശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്. അത് പൂർണ്ണതയുള്ളവരായിരിക്കുക എന്നതല്ല, മറിച്ച് ആത്മാർത്ഥതയുള്ളവളും സ്വയം അവബോധമുള്ളവളും ദയയുള്ളവളുമായിരിക്കുക എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഉത്തമയായ ഒരു സ്ത്രീയുടെ ചില ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവൾ സഹാനുഭൂതിയുള്ളവളായിരിക്കണം. ഒരു സ്ത്രീ സമാനുഭാവം ഉള്ളവളായിരിക്കണം. അത് അവളിലെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരോട് വൈകാരികമായി ഇണങ്ങിച്ചേരുക, അവരുടെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുക, ദയയോടും വിവേകത്തോടും പ്രതികരിക്കുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. സഹാനുഭൂതി എന്നാൽ വിട്ടുവീഴ്ച എന്നല്ല അർത്ഥമാക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ എന്നാണ്. അത് ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഗുണമാണ്. അടുത്തത് അവളിലെ പോസിറ്റിവിറ്റി. ഗുണവതിയായ ഒരു സ്ത്രീ പ്രതികൂല സാഹചര്യങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ എന്നിവ പോലെയുള്ള പ്രയാസകരമായ സമയങ്ങളിൽ അതുമായി നന്നായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവുള്ളവളായിരിക്കും. ജീവിതം എല്ലായ്പ്പോഴും സുഗമമായിരിക്കില്ലെന്ന് അവൾക്കറിയാം. ജീവിത പോരാട്ടങ്ങൾക്ക് മുന്നിൽ ശക്തയായി നിലകൊള്ളുകയും തൻ്റെ പോരാട്ടങ്ങളെ പുരോഗതിയിലേക്കുള്ള ചവിട്ടുപടികളായി അവൾ വിനിയോഗിക്കുകയും ചെയ്യും. ജീവിതം അതിൻ്റെ ഉയർച്ച താഴ്ചകളോടെയായിരിക്കും എപ്പോഴും മുൻപോട്ട് പോകുക. എന്നറിയാവുന്ന ഒരു സ്ത്രീ നെഗറ്റീവ് ചിന്തകൾക്ക് ശ്രദ്ധ കൊടുക്കില്ല. പകരം പോസിറ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്നു. അവൾ പോസിറ്റീവ് ഊർജം പ്രസരിപ്പിക്കുകയും അത് ചുറ്റുമുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുകയും സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അവളുടെ പോസിറ്റീവ് വീക്ഷണം വെല്ലുവിളികളെ മറികടക്കാൻ അവളെ സഹായിക്കുന്നു. കഠിനമായ സമയങ്ങളിൽ പോലും അവളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പോസിറ്റിവിറ്റി അവൾക്ക് വെറുമൊരു മാനസികാവസ്ഥയല്ല, അതൊരു ജീവിത രീതിയാണ്. അനുകമ്പ. വേദനയോടും കഷ്ടപ്പാടിനോടും തകർന്ന എല്ലാറ്റിനോടും ഐക്യദാർഢ്യം പുലർത്തുന്ന തരത്തിലുള്ള സ്നേഹമാണ് അനുകമ്പ. അത് മറ്റുള്ളവരോട് സഹാനുഭൂതിയും അവരോട് ദയയും കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ഗുണവതിയായ ഒരു സ്ത്രീ അനുകമ്പയുള്ളവളാണ്. അവൾ സഹതപിക്കുക മാത്രമല്ല, അവൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു. അവൾ മറ്റുള്ളവരുടെ വേദന അനുഭവിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കാനും സുഖപ്പെടുത്താൻ തൻ്റെ കൈകൾ നീട്ടുകയും ചെയ്യുന്നു. എല്ലാവരും അവരവരുടെ പോരാട്ടങ്ങളിൽ പോരാടുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ വിധിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നില്ല. പകരം അവൾ തൻ്റെ പിന്തുണയും മനസ്സിലാക്കലും സ്നേഹവും വാഗ്ദാനം ചെയ്യുന്നു. സഹതാപത്തോടെയുള്ള ഹൃദയത്തിൻ്റെ പ്രതികരണമാണ് അനുകമ്പ. അത്തരം ഹൃദയത്തോടെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീ മാന്യ മാത്രമല്ല, അവൾ അസാധാരണയുമാണ്. സ്വാതന്ത്ര്യ ബോധം. ഗുണവതിയായ ഒരു സ്ത്രീ സ്വാതന്ത്ര്യ ബോധം ഉള്ളവളുമായിരിക്കും. അത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമല്ല, വൈകാരികവും ബൗദ്ധികവുമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടിയാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്ന വ്യക്തികൾക്ക് ഉയർന്ന ആത്മാഭിമാനം ഉണ്ടാകുമെന്നും വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഒരു സ്വതന്ത്ര സ്ത്രീ തൻ്റെ മൂല്യം മനസ്സിലാക്കുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ഭയപ്പെടുന്നില്ല. തൻ്റെ ജീവിതം തൻ്റെ ഉത്തരവാദിത്വമാണെന്ന് അവൾക്കറിയാം.
തന്നെ സന്തോഷിപ്പിക്കാനോ സംതൃപ്തയാക്കാനോ മറ്റുള്ളവരെ ആശ്രയിക്കുന്നുമില്ല. അവൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുന്നു, പക്ഷേ ഒരിക്കലും അവളുടെ ജീവിതം നിയന്ത്രിക്കാൻ അവരെ അനുവദിക്കുന്നില്ല. അവൾ സ്വയം ആശ്രയിക്കുന്നവളാണ്, ആത്മവിശ്വാസമുള്ളവളാണ്, സ്വന്തം കാലിൽ നിൽക്കാൻ ഭയപ്പെടുന്നില്ല. ഈ ഗുണം അവളെ ശക്തയാക്കുക മാത്രമല്ല, ബഹുമാന്യയാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.